വിധുബാല എന്ന നടിയുടെ അതല്ലെങ്കിൽ വിധുബാല എന്ന മനഃശാസ്ത്രത്തിൽ ഇത്രയും പഠിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത അല്ലെങ്കിൽ ഈ കഥയിൽ ഇത് ജീവിതം എന്നുള്ള പ്രോഗ്രാമിലൂടെ ഇത്രയും മനുഷ്യരെ കണ്ട വിധുബാലയുടെ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ കുറേ പറഞ്ഞു. എങ്കിലും ഈ വേദിയിൽ പറയേണ്ട പ്രധാനപ്പെട്ട ഒരാൾ വന്നിട്ടില്ല. പറയേണ്ടതിനെ മനസ്സിലായി. അദ്ദേഹത്തിനോട് ഞങ്ങളുടെ കല്യാണത്തിന് എന്നോട് ഞാൻ തന്നെ വരണമെന്ന് ചോദിച്ച ആളാ. കല്യാണത്തിന് ഗ്രൂപ്പിനെ അയച്ചാൽ പോരെ? അത്ര ഒരു ഇതിൽ വരാനായിട്ട് താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ അദ്ദേഹം നിർമ്മാതാവായിരുന്ന സമയത്ത് സെറ്റിലേക്ക് വരുമായിരുന്നു. മിണ്ടില്ലായിരുന്നു, അധികം മിണ്ടില്ല, എപ്പോഴും മിണ്ടില്ല. അമ്മ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, മോളുടെ ഒച്ച മാത്രമേ കേൾക്കുള്ളൂ, മുരളിയുടെ ഒന്നും കേൾക്കുന്നില്ലല്ലോ. അവർ എനിക്ക് ബോറടിക്കില്ലല്ലോ, അവളിങ്ങനെ പറഞ്ഞു. അദ്ദേഹം ബിസിനസ് അല്ലേ? അത് കാലിക്കറ്റിലെ തിയേറ്റർ ഉണ്ടല്ലോ, 2 തിയേറ്റേഴ്സ് ഉണ്ട്. ഏതാണ് തിയേറ്റർ? കോർണേഷനും രാധാ പിക്ചർ പാലസ്. ഓക്കെ. ഞങ്ങളൊക്കെ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട് അവിടെ. നമ്മുടെ കുറെ സിനിമകൾ കളിച്ചിട്ടുണ്ട്. ഇപ്പൊ രാധ റെനോവേറ്റ് ചെയ്തിട്ട് നല്ല ഇതാക്കി അല്ലേ? മോൻ വന്നതിന് ശേഷമാണ് അതൊക്കെ. അച്ഛൻ്റെ കൂടെ ഇപ്പം മകനും അതിൽ ജോയിൻ ചെയ്തു. ബിടെക്കും MBA ചെയ്ത് കഴിഞ്ഞിട്ട്. അച്ഛൻ വന്നിട്ടില്ലെങ്കിലും മകനൂടെ വന്നിട്ടുണ്ട്. നമുക്ക് മകനെ ഇങ്ങോട്ട് വിളിക്കാം. അടുത്തതായി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീമതി വിധുബാലയുടെ മകൻ അർജുൻ കൃഷ്ണൻ. ഒരു മകനല്ലേ ഉള്ളൂ? ഒറ്റ ആളുണ്ട്, ഓമനപുത്രൻ. ശരിക്കും ആയിരുന്നു, ഇപ്പോഴാണല്ലോ. ശരി. വളരെ ലവ്ഡ് ആയിട്ടുള്ളൊരു ചൈൽഡ്ഹുഡാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഇപ്പോൾ പ്രോബ്ലി ഇപ്പം ഞാൻ നേരത്തെ അമ്മ പറഞ്ഞ പോലെ തന്നെ അമ്മേനെ ഞാനൊരു സെലിബ്രിറ്റി ആയിട്ട് അറിഞ്ഞിട്ട് പോലും ഇല്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. വളരെ യങ് ഏജസിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ അമ്മേനെ അത് സാധാരണ ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ വളരെ സ്നേഹമുള്ള ഒരു അമ്മയായിട്ട് തന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. അമ്മയുടെ പടമൊക്കെ വല്ലപ്പോഴും ടി വിയിലേക്ക്, അന്ന് ടി വി ഉണ്ടാവില്ല, TV വന്നില്ല. സത്യം പറഞ്ഞാൽ പടങ്ങളൊന്നും അങ്ങനെ വരില്ലായിരുന്നു, ഞാൻ കാണൂല. കണ്ടിട്ടുള്ള 2-3 പടങ്ങളിൽ ഇനീഷ്യലി അമ്മയുടെ പടം കണ്ടു തുടങ്ങി. ഇപ്പോൾ ചെറിയ കുട്ടിയാണ്. ഇപ്പം അതിൽ ക്ലൈമാക്സിൽ മോസ്റ്റ്ലി അമ്മ മരിക്കുന്ന സീനാണ്. എനിക്ക് പൊതുവേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ഞാനതൊരിക്കലും എൻജോയ് ചെയ്തിട്ടില്ല. പിന്നെ അങ്ങോട്ട് വേറെ ചില പടങ്ങൾ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഇപ്പോൾ കോളേജ് ഗേളായിരിക്കും പിന്നെയും കുറച്ചും കൂടെ അമ്മ ഒരു ശാലിക്കായിട്ട് ഒരു അപ്പോൾ അത് പിന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലി ഇപ്പോൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ പിന്നെയും അമ്മയെ ആ രീതിയിൽ ഒരു കുറച്ചും കൂടെ ഒരു എക്സ്പോഷർ എനിക്കുണ്ടല്ലോ. അതുവരെ എനിക്കത് ഉണ്ടായിട്ടില്ല. പിന്നെ വല്ലപ്പോഴും ഇപ്പോൾ പ്രോബ്ലി വല്ല എയർപോർട്ട്സിലോ എവിടെയെങ്കിലും വെച്ചിട്ട് ആരെങ്കിലും വന്ന് അമ്മേനെ പരിചയപ്പെടുന്ന സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നല്ലാണ്ട് എനിക്ക് വേറെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അതിലിപ്പോൾ സിനിമ തിയേറ്ററിൽ അല്ലേ അച്ഛൻ്റെ കൂടെ, അതും മറ്റ് ബിസിനസ്സുകളിലൊക്കെ അച്ഛൻ്റെ കൂടെ വളരെ ലെജൻഡറി ആയിട്ടുള്ള ബിസിനസ് കുറെ കാലമായിട്ട്. ഇപ്പം ഞാനിപ്പോൾ ഐ തിങ്ക് 4th ജനറേഷനാണ്. ഞാനിങ്ങനെ അത്ഭുതപ്പെടുക. രാധ എന്ന് പറഞ്ഞ തിയേറ്ററൊക്കെ 1939 സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിഫോർ ഫ്രീഡം ആണ്. കാലിക്കറ്റിലെ ആദ്യത്തെ തിയേറ്ററാണ്. അതെ. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു ചരിത്രമാണ്. പ്രത്യേകിച്ചും മിഠായി തെരുവിൻ്റെ അല്ലേ ഹൃദയത്തിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ എനിക്കും അതൊരു ഇതുണ്ടായിരുന്നു. കാരണം അച്ഛനത് കണ്ടിന്യൂ ചെയ്തു വന്നു. അപ്പം അതിന് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ചെയ്യാൻ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ വൈ നോട്ട് ഐ ടേക്ക് ഇറ്റ് എന്നുള്ള ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും സിനിമ ഒക്കെ പലരും ചോദിക്കുകയൊക്കെ ചെയ്തു അഭിനയിക്കാൻ താല്പര്യമില്ല. അമ്മ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചു കാലം മുന്നേ പറഞ്ഞത് എനിക്ക് അഭിനയിക്കാൻ തീരെ ഒരു സ്കില്ലില്ല തോന്നുന്നുണ്ട്. നമുക്ക് അറിയണമല്ലോ. പക്ഷെ ഇവന് ഒരു ഡ്രാമയിൽ അഭിനയിച്ചു, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന അല്ലേ, അവിടെ വെച്ചല്ലേ? അല്ല ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ. എവിടെ വെച്ച് ഞാൻ ആ ഡ്രാമ കണ്ടത്? മറ്റേ സ്കൂളിൽ ഭവൻസിൽ പഠിക്കുമ്പോൾ അതിൽ കുട്ടിയായിട്ട് ഒരു ചെറിയ കുട്ടിയായിട്ട് കരയണത് അസലെ അഭിനയിച്ചു കിട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കരഞ്ഞാൽ മാത്രം മതി. അതിന് വലിയ പ്രശ്നമില്ല, ഡയലോഗ് ഒന്നല്ലോ. ശരിക്കും മകൻ അച്ഛൻ്റെ പോലെയാണോ അത് അമ്മയുടെ സ്വഭാവമാണോ? എങ്ങനെയാണ്? കോമ്പിനേഷനാണ്. ഇപ്പം അച്ഛൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രോവേർട്ടാണ്. അത് ഒരുപാട് എന്താ പറയുക, വളരെയധികം സോഷ്യലൈസിങ്ങോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ഇവൻ അങ്ങനെയല്ല. ഇവൻ എന്നെ പോലെ തന്നെയാണ്. അവന് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവൻക്കൊരു സോഷ്യലൈസിങ്, കുറേ വർത്തമാനമൊക്കെ പറയും ഒക്കെ ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ അവൻ തനി അച്ഛനാണ്. മുരളിയേട്ടൻ്റെ എല്ലാ
എന്താ പറയുക, ആ ഒരു ഇത് ബിസിനസ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ്, ആൾക്കാരോടുള്ള അപ്രോച്ച്, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ഇതാണ്. അതൊക്കെ അവന് കിട്ടിയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട്. അതൊക്കെ യാതൊരു ഇതുമില്ല. മറ്റേ വർത്തമാനം പറയുന്നത്, അങ്ങനത്തെ ചില കാര്യങ്ങൾ, കുറച്ച് ആൾക്കാരായിട്ട് ഇടപഴകുക, അതൊക്കെ അവന് എൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഭാഗ്യം കിട്ടിയ അതിൽ അച്ഛൻ്റെ അമ്മയുടെ മകളായിട്ട് ജനിക്കാൻ കഴിഞ്ഞ, അത്രയും വലിയ അച്ഛൻ്റെ അമ്മയുടെ മകളായിട്ട്, അത്രയും വലിയൊരു ചേട്ടൻ്റെ അനിയത്തിയായി ഇപ്പം നല്ല ഒരു മകൻ്റെ അമ്മയാവാൻ കഴിഞ്ഞു എന്നുള്ളത് അതൊരു തന്നെയാണ്. ഇനി റോളുകൾ കിടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നല്ല വലിയ റോള് മദറിലോ അതെ അത് അധികം വൈകാതെ സംഭവിക്കട്ടെ. പിന്നെയുണ്ട് ഗ്രാൻഡ് മദർ, അങ്ങനെ ഒരുപാട് റോളുകൾ ഇനിയും ചെയ്യാനുണ്ട്. അതിലൊക്കെ ഇപ്പോൾ ബാക്കി എല്ലാ കാര്യത്തിലും സക്സസ്ഫുൾ ആയിരുന്നു. അതായത് നല്ല മകൾ, നല്ല സിസ്റ്റർ, എനിക്കങ്ങനെ അറിയുള്ളൂ. ആൻഡ് ആസ് എ മദർ എനിക്ക് എപ്പോഴും, ഞാനിപ്പോഴും വളരെ യങ് ഏജസിൽ, പ്രോബ്ലം ഇപ്പോൾ നമ്മൾ ഇന്നസെൻ്റ് ആയിട്ടുള്ള എല്ലാവരും ഏജസിൽ പലതും അറിയാത്ത കാര്യങ്ങൾ, എനിക്ക് ഏറ്റവും വലിയ അമ്മ തന്നിട്ടുള്ള ഫ്രീഡം എന്ന് പറയുന്നത്, എനിക്ക് അമ്മേനോട് വന്ന് സംസാരിക്കാം. വാട്ട് എവർ ബി ദ ടോപ്പിക്, എനിക്ക് വളരെ ഓപ്പണായിട്ട് എനിക്ക് എൻ്റെ അമ്മേനോട് സംസാരിക്കാനുള്ള, എനിക്ക് അമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ അത്ര ഒരു ഫ്രണ്ടിനെ പോലെ എനിക്ക് വന്ന് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്. അത് ഐ ആം വെരി ലക്കി, ബോത്ത് മൈ പേരൻസ് ആർ ലൈക്ക് ദിസ്. ലക്കി സണ്ണാണ് ആ കാര്യത്തിൽ എന്ന് നമുക്ക് വിചാരിക്കാം. അതിൽ നമുക്ക് ഈ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് വിധുബാല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, അതല്ലെങ്കിൽ ഒരു ആക്ട്രസിനെ, അതല്ലെങ്കിൽ പല പല മേഖലകളിൽ എന്താ പറയുക സഞ്ചരിച്ച് ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഏറ്റവും വലിയ ദൗത്യം എനിക്ക് തോന്നുന്നു അച്ഛനെ കുറിച്ചുള്ള പുസ്തകം തീർക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മലയാള സിനിമയുടെ ചരിത്രത്തിലൂടെ സഞ്ചരിച്ച നടികളെക്കുറിച്ചുള്ളൊരു പുസ്തകം, അതൊക്കെ എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ അമൃത ടി.വിയുടെ കഥയില്ലാത്ത ജീവിതം എന്ന് പറയുന്ന ഷോ ഇത്രയും നന്നായി കൊണ്ടുപോയി ജനങ്ങളുടെ മനസ്സിൽ പുതിയൊരു ഇതായി നിൽക്കുന്നത്, ഒപ്പം തന്നെ ആ പ്രോഗ്രാമിൻ്റെ ആ നന്മ അതും തുടരട്ടെ എന്ന് പറയാം. അതിന് വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു വ്യക്തിത്വത്തെ, ഒരുപക്ഷെ വിധുബാലയെ അത്ര മാത്രം ആൾക്കാർക്ക് അറിയില്ല, പ്രേക്ഷകർക്ക് ആ രീതിയിലൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ സമാഗമം ആ കാര്യത്തിൽ ധന്യമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ.